ഇതാണ് കുരുമുളക് വള്ളി, കുരുമുളക് തല കൃഷി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉണ്ട് ഇതൊരു 1.5 അടിക്ക് നമ്മൾ മുറിച്ചെടുക്കണം, 1.5 അടി നീളം. അപ്പോൾ ആവശ്യത്തിന് മുറിക്കുമ്പോഴാണ് മുറിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തല ഏതാണ് കട ഏതാണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക, അപ്പനെ നട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതൊരു അടയ്ക്കാമരത്തിൻ്റെ അടയ്ക്കാണ്ടോ, അടയ്ക്കാമരല്ല ഏത് മരത്തിൻ്റെ അടയ്ക്കും ഇത് കുഴിച്ചിടാം. അപ്പം ഞാൻ അടയ്ക്കാമരങ്ങളുണ്ട് ഇഷ്ടം പോലെ, അതിൻ്റെ കടയ്ക്കാണ് കുഴിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മണ്ണൊക്കെ നല്ല കൊത്തി അങ്ങോട്ട് ഇളക്കണം. കാരണം ഈ കുരുമുളക് വള്ളിയുടെ ചെടിക്ക് വലിയ ബലമുള്ള വേരുകളൊന്നല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടാണ് ഇളക്കുക. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളക്കിയിട്ട് അല്ലെങ്കിൽ തോട് കയറിയിട്ട് ഒരു 2 അടി നീളത്തിലൊക്കെ കയറിയിട്ട് അതിൽ കുറച്ച് ചപ്പ് ചവാക്കിയിട്ട് കുറച്ച് വളക്കിയിട്ട് മൂടണം. അപ്പം ഞാനതൊന്നും ചെയ്യണില്ല, കാരണം വെച്ചാൽ കുറെ നടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പണി ആവും, അതുകൊണ്ട് കണ്ടോ. അപ്പോൾ നന്നായിട്ട് മണ്ണ് ഇളക്കുക, അതിന് ശേഷം ഇത് കുഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നിങ്ങളിതുപോലെ കൈക്കോട്ട് കളയ്ക്കാൻ അറിയുന്നവർക്ക് കൈക്കോട്ടൊക്കെ ആകുക, അല്ലെങ്കിൽ അത് കൈക്ക് തന്നെ മണ്ണൊക്കെ തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വർഷക്കാലം ആയതുകൊണ്ട് നമ്മൾ ഈ വള്ളി നട്ടതിൻ്റെ ഒരു സൈഡിൽ ഇത്തിരി താഴ്ത്തി വയ്ക്കണം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴിയിലേക്കാണ് പൊക്കോളും. ഇത് നല്ല ലാഭമുള്ളൊരു കൃഷിയാണ്. കാണണ്ട, ഇതിങ്ങനെ കൃഷി ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടിയുടെ വള്ളിയില്ലേ, നമ്മളൊന്നും പറയുന്നത് വേണ്ട, തന്നെ ഈ അടയ്ക്കാരത്തമ്മോടെ കയറിപ്പോക്കോളും. അത് വേണമെങ്കിൽ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ താഴത്തങ്ങനെ വള്ളി ഉണ്ടെങ്കിൽ ഈ അടയ്ക്കാരത്തമ്മ ഒന്ന് പതുക്കെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പം നേരെ മോളിക്ക് കയറിപ്പോക്കോളും. പിന്നെ ഈ വഴിക്ക് വരുമൊന്നും വേണ്ട, ഇനി 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ കണ്ട ഈ പ്ലാവിൻ്റെ അടയ്ക്ക് ഞാൻ 2 കൊല്ലം മുന്നേ വെച്ച് കൊടുത്തതാണ്. ഞാൻ തന്നെ അറിഞ്ഞില്ല ഇതുപോലെ ഉണ്ടായത്, കണ്ടോ. അപ്പം നല്ല തിരികെ ഇട്ടു. ഇതാണ് കുരുമുളകിൻ്റെ തിരി എന്ന് പറയും, ആ പൂവുണ്ടാവുന്ന സാധനം കണ്ടോ. ഇത് കരിശിൻ്റെ അടയ്ക്കൊക്കെ 2 കൊല്ലം മുന്നേ കുഴിച്ചിട്ടാണ്. അപ്പം പിന്നെ നമ്മൾ ആ വഴിക്ക് ശ്രദ്ധിക്കുക വേണ്ട, വേനൽക്കാലത്ത് നനയ്ക്കണ്ട, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഇത് അടയ്ക്ക മരങ്ങൾ, അതിൻ്റെ അടയ്ക്ക് എല്ലാത്തിൻ്റെ അടയ്ക്കയും കുഴിച്ചിട്ട് പോകും. അതാണ് കുരുമുളക് കൃഷി. ഇതിപ്പോൾ എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിട്ടില്ല, എന്നാലും ഇത് എല്ലാം കൃഷി സ്ഥലത്ത് വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടതാണ്.